ഫ്രണ്ട്സ്, ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്രയും സൺസ്ക്രീൻസിനെ കുറിച്ചിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ചേരും, ഇത് എനിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്തതിനെ കുറിച്ചിട്ടും കൂടിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ് ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു സൺസ്ക്രീനെ കുറിച്ചിട്ടാണ്. ഇത് VLCC സൺസ്ക്രീൻ ഫോർ ഡീറ്റാൻ ആണ്. SPF 15 വരുന്നുണ്ട്. SPF 15 3+ ഫോർമുല UVA UVB പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. പിന്നെ അതിൽ നിയാസിനമൈഡും സെറമൈഡും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൺസ്ക്രീനിൽ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഇത് ഇങ്ങനെ കുറച്ച് ചെറിയൊരു നമ്മൾ അബ്സോർബ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. കുറച്ച് നന്നായിട്ട് മസാജ് ചെയ്യണം. പക്ഷെ അബ്സോർബ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ച് മാറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സൺസ്ക്രീൻ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊന്നും കൂടി ഡ്രൈ സ്കിന്നിനാണ് ബെറ്റർ ആയിട്ടിരിക്കുക. കാരണം ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഓയിൽ നന്നായിട്ട് കുറച്ച് ഓയിൽ വരുന്നുണ്ട് ഇത്. അപ്പോൾ ഓയിലി സ്കിന്നിനെക്കാട്ടിലും ഇത് ഡ്രൈ സ്കിന്നിനായിരിക്കും ഒന്നും കൂടി മാച്ച് ആയിട്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതിൽ നിയാസിനമൈഡും സെറമൈഡും വരുന്നത് കൊണ്ട് തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല ഈ ഒരു സൺസ്ക്രീനിൽ. ആകെ കൂടെ പറയാനുള്ളത് ഇത് നമ്മൾ അബ്സോർബ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അബ്സോർബ് ആയിക്കഴിഞ്ഞാൽ നല്ല സെറ്റാണ്. അടുത്തത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റാണ്. UVDOXൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. എനിക്ക് തോന്നുന്നു ഇത് ഒട്ടുമിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നൊരു സൺസ്ക്രീനാണ് കേട്ടോ. ബിക്കോസ് ഈ ഒരു പ്രോഡക്റ്റ്സ് ഈസിലി അവൈലബിൾ ആണ്. ഇതൊരു ഫാർമസി പ്രോഡക്റ്റാണ് ഈ ഒരു സൺസ്ക്രീന്. ഒരുപാട് ആൾക്കാരുടെ ഫേവറേറ്റ് സൺസ്ക്രീനാണിത്. ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ സ്കിന്നിന് അത്ര സ്യൂട്ടല്ല. ഞാനിത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സ്കിന്നിൽ കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്കിന്നിന് ഇത് അത്ര സ്യൂട്ടല്ല. പക്ഷേ ഒരുപാട് ആൾക്കാരിത് അവരുടെ ഫേവറേറ്റ് സൺസ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് ഇത്രയും ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു സൺസ്ക്രീൻ എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആവുമെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ സ്കിന്നിന് എന്തോ എനിക്ക് അത്ര വർക്കായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നല്ലൊരു സൺസ്ക്രീൻ ആണിത്. ഇതിൻ്റെ റിവ്യൂസൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ ഇതൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഈ ഒരു ക്രീം വരുന്നത്. നല്ല തിക്കാണ്. പക്ഷെ പെട്ടെന്ന് സോഫ്റ്റ്, ഭയങ്കര സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ് ഇതിന്. പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട് നമ്മുടെ സ്കിന്നിൽ. ഇതുണ്ടോ? അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇട്ടുമെന്ന് പോലും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതും ഡ്രൈ സ്കിന്നിനായിരിക്കും ഒന്നും കൂടി ബെറ്റർ. ഓയിലി സ്കിന്നിനെക്കാട്ടിലും ഡ്രൈ സ്കിൻ, നോർമൽ സ്കിന്നിനൊക്കെ ഇത് ബെറ്റർ ആയിരിക്കും ഈ ഒരു പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ സീക്ക സൺസ്ക്രീനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതിൽ SPF 15 4+ വരുന്നുണ്ട്. നല്ലൊരു സൺസ്ക്രീനാണ്. കറൻ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീനും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഷോർട്ടായിട്ട്. അപ്പോൾ നല്ലൊരു സൺസ്ക്രീനാണ്. ജെൽ കൺസിസ്റ്റൻസിയിലാണ് ഇത് വരുന്നത്. ഇതുണ്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി? പെട്ടെന്ന് അബ്സോർബ് ആവും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് അബ്സോർബ് ആവും. ഈ ഒരു പ്രോഡക്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആവും. ഞാൻ ഒരുപാട് റിവ്യൂസും കണ്ടിട്ടുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ മാച്ച് ആവുന്നൊരു പ്രോഡക്റ്റാണ്. ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ്സും ഉണ്ട്. ഈ ഒരു സൺസ്ക്രീൻ എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ മാച്ച് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ്. ഈ സൺസ്ക്രീനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി സൺസ്ക്രീനാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും നല്ല അടിപൊളിയായിട്ട് നിൽക്കും. നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു ഗ്ലോ ഒക്കെ തരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ഇതും പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട് കേട്ടോ. എല്ലാ സ്കിൻ ടൈപ്പിനും അടിപൊളിയാണ്. നല്ല മാറ്റിഫൈ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണ് ഇത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഡെർംഡോക്കിൻ്റെ ഈ ഒരു 4% നിയാസിനമൈഡ് സൺസ്ക്രീനാണ്. ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാം. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സൺസ്ക്രീനാണ്. ഞാനിത് 2-3 ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ ഒരു ബാഡ് റിവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഓയിലി ആയിട്ട് വരുന്നുണ്ട്. അത്ര ഇതിനെപ്പറ്റി എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ളൂ.
നല്ലൊരു സൺസ്ക്രീനാണ്. ഇതിനകത്തില്ല, ഞാൻ നെക്കിപ്പിച്ച് കാണിച്ചു തരാം. എന്നാലും ഇതാ ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ഇതാ ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ഈ ഒരു സൺസ്ക്രീൻ വരുന്നത്. അതുകൊണ്ട് ഇച്ചിരി നമ്മളെ സ്കിന്നിനൊന്ന് കളർ കറക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പക്ഷേ യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഓയിൽ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്കത് കുഴപ്പമില്ല. ഇതുണ്ടോ, നല്ല മാറ്റിഫൈങ് ആണ് കേട്ടോ അത്. ഞാനിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാത്ത. ഞാനിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ് ഇപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ പുറത്ത് ഇനി വേറെ വേറെ സൺസ്ക്രീൻസ് യൂസ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാത്തത്. ലാസ്റ്റായിട്ട് ഞാൻ പറയുന്ന ഈ ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ലോട്ടസിൻ്റെ ഈ ഒരു സേഫ് സൺ എന്ന് പറയുന്ന ഈ ഒരു UV പ്രൊട്ടക്ഷൻ സൺസ്ക്രീനാണ്. നമ്മുടെ എല്ലാവരുടെയും സൺസ്ക്രീൻ യൂസിങ്ങിന് തുടങ്ങിയിട്ട് ഫസ്റ്റ് സൺസ്ക്രീൻ ഇതായിരിക്കും. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്ത ബ്രാൻഡ് ലോട്ടസിൻ്റെയാണ് കേട്ടോ. അപ്പോൾ മിക്ക ആൾക്കാരുടെയും, കാരണം അത് ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് ഭയങ്കര അഫോർഡബിളും ആണ്. അതുകൊണ്ട് മിക്ക ആൾക്കാരും ആദ്യമായിട്ട് യൂസ് ചെയ്ത സൺസ്ക്രീൻ ഈ ഒരു സൺസ്ക്രീൻ ആയിരിക്കും. ഇത് വരുന്നത് ഇതുപോലെ ഇങ്ങനെ ജെൽ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. പിന്നെ ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് അബ്സോർബൊക്കെ ആവും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ മുകളിൽ മേക്കപ്പൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചിങ്ങനെ ഗ്രീസി ആയിട്ടിരിക്കും, പിരിപ്പിരായിട്ടിരിക്കും. ഇതിൻ്റെ മുകളിൽ നമ്മൾ മേക്കപ്പ് ഇടുകയാണെങ്കിൽ. അതുമല്ല, ഈ ഒരു സൺസ്ക്രീൻ വെച്ചിട്ട് ഒരു 2 hours ഒക്കെ കഴിയുമ്പോൾ ഈ സൺസ്ക്രീൻ തന്നെ ഇങ്ങനെ പീലായി ഇങ്ങനെ ഇളകി പോരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ജസ്റ്റ് ഇങ്ങനെ പിരിപിരിയായിട്ട് പോരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനെ പറ്റിയിട്ട് എനിക്ക് എത്ര പറയാനുള്ളൂ. അപ്പോൾ ഞാനിതുവരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സൺസ്ക്രീനിനെ കുറിച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു സീക്കാർ സൺസ്ക്രീൻ, ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീന്, പിന്നെ ഡോക്കിൻ്റെ ഈ ഒരു സൺസ്ക്രീന്, പിന്നെ ഈ ഒരു UV ഡോക്സ്. ഈ സൺസ്ക്രീൻ എൻ്റെ ഫേവറേറ്റ് ആണ്. VLCC എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ ചില ടൈമിൽ എൻ്റെ സ്കിന്നിന് അത് പറ്റാറില്ല. കുറച്ച് നമ്മൾ ഇതിൻ്റെ മുകളിൽ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡള്ളായിട്ട് ഇരിക്കാറുണ്ട് എൻ്റെ ഫേസിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാം. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ സൺസ്ക്രീൻസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫേവറേറ്റ് സൺസ്ക്രീൻ ഏതാ അതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.